പ്രിയമുള്ളവരെ, ഞാൻ ഖാലിദ് മഞ്ചേരി. ഇന്നിപ്പോൾ വാർത്തയിൽ നമ്മളെല്ലാവരും കേട്ടു, ലൈഫ് പദ്ധതി ഈ സർക്കാർ പിരിച്ചുവിടുകയാണ്. ഇതാദ്യം പറഞ്ഞതാ UDF. കാരണം എന്താ വെച്ചാൽ കാണുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾക്ക് അതിൻ്റെ അധികാരം കൊടുക്കാൻ വേണ്ടി പോവാണ്. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾക്ക് അധികാരം കൊടുത്താൽ രാഷ്ട്രീയ ഇടപെടലുകളും യഥാർത്ഥ അവകാശിക്ക് ലൈഫ് മിഷൻ ഇപ്പം കിട്ടുന്നത് പോലെ അതിൻ്റെ മുറപ്രകാരം അതിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റിൽ പെട്ട അപേക്ഷിച്ചവർക്ക് അതിൻ്റെ മെറിറ്റ് നോക്കി കിട്ടും. ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിൻ്റെ ആൾക്കാർക്കും കിട്ടുന്നുണ്ട്. ഇനി ഭരിക്കുന്ന പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റിയിൽ ആരാണോ വാർഡിൽ ജയിക്കുന്നവർ എഴുതി കൊടുക്കുന്നതും മുനിസിപ്പാലിറ്റിക്ക് താല്പര്യം, പഞ്ചായത്തുകൾക്ക് താല്പര്യമുള്ള അവർക്ക് വീട് ലഭിക്കുന്ന ഒരവസ്ഥ വരും. യഥാർത്ഥ വീടിന് അവകാശപ്പെട്ട ഉടമകൾ പുറതള്ളപ്പെടും. അതുകൊണ്ട് സർക്കാരും പഞ്ചായത്തുകളും കേന്ദ്രവും ഭരണസമിതി ഒക്കെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ 4 ലക്ഷം 6 ലക്ഷം ആക്കി കൊടുക്കുന്നത്. അതിൽ BJP സർക്കാരിൻ്റെ മുമ്പുള്ളൊരു അജണ്ടയാണ് റേഷൻ ഷാപ്പിൽ മോഡിൻ്റെ ഫോട്ടോ വെക്കണം. അതുപോലെ അവർ 70,000 രൂപ തരുന്നതിന് അവരെ മോഡിൻ്റെ ഫോട്ടോ വെച്ച് അവരെ ആ വീടുമ വെക്കണം എന്നുള്ള. അതാ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ പറഞ്ഞത്, നിങ്ങൾ 70,000-ന് വീട് വെക്കുമ്പോൾ അതിന് ബോർഡ് വെക്കാൻ പറ്റില്ല, ബോർഡ് ആരും വെക്കൂല. വീട് വാങ്ങുന്നവർ യഥാർത്ഥ അതിൻ്റെ അവകാശികളാണ്. അവരെ നെന്നരാക്കി ഒരു ഔദാര്യത്തിൽ താർക്കുന്ന പോലെ അത് അവരെ അവകാശമാണ് പറഞ്ഞ് 5.5 ലക്ഷത്തോളം വീട് ഒരു ഡിമാൻഡും ഇല്ലാതെ കൊടുത്ത സർക്കാർ ആ പദ്ധതി പിരിച്ചിട്ടുകൊണ്ട് UDF ഇപ്പോൾ BJP ഉടനെ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുവരുന്നത് നമ്മളെ ഇപ്പോൾ ഗാനം ചൊല്ലിയതുപോലെ BJPക്ക് വേണ്ടി വഴങ്ങിക്കൊടുക്കുന്ന ഒരു സർക്കാരായി കേരളത്തിൽ മാറുകയാണ്. അതുകൊണ്ട് ലൈഫ് പദ്ധതി പിരിച്ചിട്ട് BJPൻ്റെ ഒരു പദ്ധതി ഉണ്ട്, കേന്ദ്രത്തിൻ്റെ വീട് കൊടുക്കണേ. അതിൽ ഫോട്ടോയും വെക്കാം. അതിൽ സർക്കാരിന് വലിയ റോളില്ല. അതുകൊണ്ട് കേന്ദ്ര പദ്ധതികൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇനി വിദ്യാഭ്യാസം കേന്ദ്രത്തിൻ്റെ ഫണ്ട് വാങ്ങി അതും നടത്താനുള്ള പരിപാടിയാണ്. സമരം കൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. ഇപ്പോഴേ ഒരാഴ്ച ആയപ്പോൾ അതിന് BJPക്ക് വേണ്ടി സംഘപരിവാറിനും കോയലൂത്ത് വരുത്തുന്ന ഈ സവർക്കർ VD സതീശനോട് പറയാനുള്ളത്, മുന്നോട്ട് അധികം കാലം പോകാൻ കേരളത്തിലെ മലയാളികൾ സമ്മതിക്കൂല. കാരണം 5.5 ലക്ഷം വീട് കിട്ടിയവരും ഇനി വീട് അപേക്ഷിച്ച് കാത്തിരിക്കുന്നവരും 3-3.25 ലക്ഷത്തോളം വരുന്ന പുതിയ അപേക്ഷകരും അവർ ഈ നാട്ടിൽ ഇത് കാത്തിരിക്കുന്നവരാ. സംഘപരിവാറും RSSും അവരെ മോഡിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അവരെ ആവാസ് എന്നൊക്കെ പറഞ്ഞ് ആ ബോർഡ് വെച്ച് ഒരു വീട് വെക്കാനാണ് കേരളത്തിൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ UDFനെയും BJPനെയും ഈ ജനം തിരിച്ചറിയുമെന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. സംഘപരിവാറിനും RSSകാരനും കോയലൂത്ത് നടത്തുന്നവരും ഭരണമായി കേരളത്തിൽ മാറ്റാനുള്ള ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ സവർക്കർ VD സതീശൻ മേനോൻ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.